Salahuddin Siddiq, Brand Basket. Are you a designer? Are you looking for your career to build in design industry? Then this video for you. കഴിഞ്ഞ 20-ലധികം വർഷമായി ദുബായിൽ ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ് മേഖലയിൽ ഒരു ആർട്ട് ഡയറക്ടർ എന്ന പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് ബ്രാൻഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന സ്വന്തം ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന കാലം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ മേഖലയിൽ വിജയിച്ച ഒരുപാട് പേരൊന്നും എനിക്ക് അറിയുന്നവരുണ്ടായിരുന്നില്ല. എൻ്റെ ഏക സപ്പോർട്ട് എന്ന് പറയുന്നത് ഗൂഗിൾ മാത്രമായിരുന്നു. ഗൂഗിളിലൂടെ കയറി ഇറങ്ങിയുള്ള യാത്രയിൽ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ്. ഇന്ന് ഡിസൈൻ ഇൻഡസ്ട്രിയിൽ കാണുന്ന പല പ്ലാറ്റ്ഫോമുകളും അതിൻ്റെ തുടക്കകാലം മുതലേ ഉപയോഗിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ്. ഈ വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള കമ്മ്യൂണിറ്റികളിലും മറ്റ് പരിചയത്തിലുമുള്ള ആളുകളിൽ ഇപ്പോഴും കഴിഞ്ഞ 3 വർഷമായിട്ടോ അതിലധികം വർഷമായിട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും എല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ്. പുതുതായി കടന്നു വരുന്നവർ അവരുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കുമായി അവർ ഇന്നും കൺഫ്യൂഷനിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഒരുപക്ഷെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ എൻ്റെ സ്വന്തം പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ കടന്നുപോയതുമായ മേഖലയിലൂടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദുബായിലെ ഈ മേഖലയെ നമുക്ക് ഒരു 5 കാറ്റഗറൈസേഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ABCDEF എന്ന് പറയുന്ന 5 കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ മേഖലയെ തിരിക്കാം. എ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിലും എഫ് എന്ന് പറയുന്നത് ബോട്ടം ലെവലിലും വരുന്ന ഒരു കാറ്റഗറൈസേഷൻ ആണെന്ന് കരുതുക. ഈ എഫിൽ വരുന്ന കമ്പനികൾ, ഞാൻ ഈ എക്സ്പ്ലനേഷൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റും ഒപ്പം തന്നെ നിങ്ങളുടെ ഏർണിങ്സും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഗ്രോത്തും എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പിൽ ഒരുപക്ഷെ വരുന്ന ഫോൾട്ടുകളെ പറ്റിയാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 5 കാറ്റഗറൈസേഷനിൽ ഏത് കാറ്റഗറൈസേഷനിലായിരിക്കണം നിങ്ങൾ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ ജേണി വളരെ എളുപ്പമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ജേണിയിൽ ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു എനിക്ക് എങ്ങോട്ടേക്കാണ് എൻ്റെ ജേണിയിൽ ഞാൻ എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എവിടെ ആയിരിക്കണം എത്തേണ്ടത് എന്നുള്ളത് ഞാൻ ദുബായിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ എനിക്ക് ക്ലിയർ ആണ്. അതല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു റിസോഴ്സുകളും ഇല്ലാത്തൊരു സമയത്ത് ഈ മേഖലയിൽ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്ന ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ അഡ്വർടൈസിങ് ഏജൻസികളിലേക്ക് അതല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏജൻസികളിലേക്ക് എത്താനുള്ള വഴികൾ എന്തായിരുന്നു എന്നായിരുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പല ബെസ്റ്റ് വർക്കുകളും കാണുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, ഇതിൻ്റെയൊക്കെ ബാക്ക് എൻഡ് എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതായിരുന്നു എൻ്റെ അന്വേഷണങ്ങൾ. അങ്ങനെ ആണെങ്കിൽ ഈ 5 കാറ്റഗറൈസേഷനിൽ ഓരോന്നിൻ്റെയും ലെവല് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. എഫിൽ വരുന്ന കാറ്റഗറിയിൽ ഒരു പക്ഷേ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും ആ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ സ്റ്റാമ്പ് മുതൽ ഡിജിറ്റൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാറ്റ്ഫോമുകളിലുള്ള ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഇവിടെ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന പാക്കേജ് എന്ന് പറയുന്നത് 1500 ആണ്. അതുപോലെ തന്നെ അവരുടെ വർക്ക് എന്ന് പറയുന്നത് മഗ്, റബ്ബർ സ്റ്റാമ്പ്, ടീഷർട്ട്, അതുപോലെ ഫ്ലയേഴ്സ്, നോട്ട് പാഡ്, ഇതുപോലുള്ള പ്രൊമോഷൻ ഗിഫ്റ്റ് ഐറ്റംസോ അതല്ലെങ്കിൽ ചെറിയ പ്രൊഡക്ഷൻസോ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ഇവിടെ ഈ ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിസൈനർക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫയലുകൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഇവർക്ക് ഈ ഡിസൈനറെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനോ പ്രൊഡക്റ്റീവ്ലി ഏതെങ്കിലും രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനോ ഒന്നും സപ്പോർട്ട് ചെയ്യാനോ ഒരുപക്ഷെ കഴിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ സാലറി ഇംപ്രൂവ് ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാനൊന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ അവസരം അവർക്ക് ഒരുക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല.
അപ്പോൾ ഈ എഫ് കാറ്റഗറിയിൽ വരുന്നത് വളരെ ബോട്ടം ലെവലിലുള്ള ഒരു ചെറിയ ഒരു ബിസിനസ് സംരംഭമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരു ഈ കാറ്റഗറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ കാറ്റഗറിയിൽ ഏകദേശം ഒരു പ്രൊഡക്ഷൻ സംവിധാനങ്ങളും ഒപ്പം തന്നെ ഒരു ചെറിയ ക്രിയേറ്റീവ് യൂണിറ്റും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമായിരിക്കാം. ഈ സ്ഥാപനത്തിൽ ചിലപ്പോൾ 3 to 5 ഡിസൈനേഴ്സും അത്യാവശ്യം തിരക്കിടില്ലാത്ത ഒരു കമ്പ്യൂട്ടർ ലാബും എല്ലാം കൂടി അടങ്ങുന്ന ഒരു ടീം ഉണ്ടാവും. ഇവിടെ നമുക്കറിയാം കൂടുതൽ ഏത് ടൈപ്പ് വർക്കുകളാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സൈനേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ അവിടെ വരുന്നുണ്ടാകാം. ഈ മാർക്കറ്റിൽ റീറ്റെയിൽ കമ്പനികൾക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്ന എല്ലാ സൈനേജ് പ്രൊഡക്ഷൻസും അവർ ചെയ്യുന്നുണ്ടാകാം. ഒപ്പം തന്നെ മെനു കാർഡ് പോലുള്ള ഫ്ലയേഴ്സ്, ഡിസൈൻസ്, മറ്റു കാര്യങ്ങളും, വാൾ ബ്രാൻഡിങ്സ്, അതുപോലെ ഒക്കെ പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, മറ്റ് അഡ്വർടൈസിങ് കമ്പനികൾ കൊടുക്കുന്ന പല വർക്കുകൾ, ഇതെല്ലാം അവിടെ റീസൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഫിക്സ് ചെയ്യാനോ മറ്റൊക്കെ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ മാത്രം ചെയ്യുന്ന കമ്പനികളായിരിക്കും ഈ പറയുന്നവ. ഇവർ ചെയ്യുന്നത് ഒരുപക്ഷെ ഈ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവ് കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ടായിരിക്കും ഒരുപക്ഷെ കൊടുക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും രീതിയിലുള്ള ബഡ്ജറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസൈനേഴ്സിന്റെ ഇവരുടെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് 2000-നും 3500-നും ഇടയിലായിരിക്കും. അതിൽ കൂടുതൽ ചെയ്യാനോ നല്ല ഏതെങ്കിലും ക്രിയേറ്റീവ് ക്വാളിറ്റി ഉള്ള വർക്കുകൾ ചെയ്യാനോ മറ്റെന്തെങ്കിലും റിസോഴ്സുകൾ നമുക്ക് തന്നുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാനോ മറ്റൊന്നും നമുക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഗ്രോത്ത് എന്ന് പറയുന്നതിനും ഒരു ചെറിയ ഒരു തടസ്സം, അതല്ലെങ്കിൽ അയാളുടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അവിടെയും നമുക്കുണ്ടാവുന്നത്. അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു ലെവലിൽ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് എന്താകാൻ പറ്റും, അതല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്നിട്ട് നമുക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ എംപ്ലോയറെ കുറ്റം പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഈ കമ്പനിയെ കുറ്റപ്പെടുത്തിയിട്ടോ നമുക്ക് കിട്ടുന്ന സാലറി കുറവാണെന്നുള്ളതിനെ പറ്റിയിട്ടോ അവരോട് ഡിസ്കസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ കൂടുതൽ നല്ല വർക്കുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ നിന്ന് യാതൊരു റിസൾട്ടും സംഭവിക്കാൻ പോകുന്നില്ല, കിട്ടാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഡി കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്പനിയെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാം. ഈ ഡി കാറ്റഗറിയിൽ വരുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപക്ഷെ ഒരു ചെറിയ ഡിസൈൻ സ്റ്റുഡിയോ ആയിരിക്കും. അവിടെ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റീവ് ഏജൻസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു ഡിസൈൻ കമ്പനിയാണ്. ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇവര് ഏവറേജ് ലെവലിലുള്ള ഒരു അബോ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തിരക്കിടില്ലാത്ത ഓർഗനൈസേഷൻസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിയേറ്റീവ് ഫയലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കാം. ഇവിടെ നമുക്കുണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനോ ഡിസൈൻ ചെയ്യാനോ ഒക്കെ കഴിയും. പക്ഷെ ഇതിനകത്ത് ഒരു ബ്രീഫ് അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അതല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവിന്റെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇംപ്രൂവ്മെന്റിനോ ഇംപ്രൂവൈസേഷനുള്ള ഒരു സപ്പോർട്ടൊന്നും ആരും തരുന്നുണ്ടായിരിക്കില്ല. ഇതിനകത്ത് നമുക്ക് മിനിമലാണ് എന്ന ഈ രണ്ട് കാറ്റഗറികളെയും അപേക്ഷിച്ച് കുറെ കൂടി നമുക്ക് ഇവിടെ സപ്പോർട്ടീവായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ സ്കില്ലിനെ നമ്മുടെ പ്രൊഫൈലിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വർക്കുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒരു 3500-നും ഒരു 7000-നും ഇടയിൽ വന്ന് നിൽക്കും. 5, 6, 7 അല്ലെങ്കിൽ 3.5, 4 ഇതായിരിക്കും അവരുടെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ വർക്കിനകത്ത് കുറച്ച് ഒരു ആവറേജ് തിരക്കടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള കുറച്ച് ഓർഗനൈസേഷന് വേണ്ടിയുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കാം. ഇവിടെയും നമുക്ക് ഒരു റിസോഴ്സസിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഒരു പെയ്ഡ് ആയിട്ടുള്ള റിസോഴ്സസോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ സ്റ്റോക്ക് ഇമേജസോ ഒന്നും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇവിടെ ക്ലയന്റ് തരുന്ന അല്ലെങ്കിൽ ക്ലയന്റിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള അവരുടെ ഇമേജുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കോപ്പിറൈറ്ററോ ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലയന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് അതിനെ എൻഹാൻസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ഗ്രോത്തിനെ സ്റ്റക്ക് കൊണ്ട് വെച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത്. ഇതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടി പ്രീമിയം ലെവലിലുള്ള ഒരു
ആവറേജ് അഡ്വർടൈസിങ് ഏജൻസി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവരുടെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇവര് വളരെ ചൂസി ആയിരിക്കും. ഏത് ടൈപ്പ് വർക്കുകൾ ചെയ്യണം, ഏത് ടൈപ്പ് ഇൻഡസ്ട്രി ആയിരിക്കണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഏതായിരിക്കണം അവരുടെ പാറ്റേൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടീം എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം ഇവർക്ക് വളരെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരിക്കും. അവരുടെ ടീമിൽ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ, ഒരു പക്ഷേ അതല്ലെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു കോപ്പി കണ്ടന്റ് റൈറ്റർ, ഒപ്പം തന്നെ നല്ലൊരു ആർട്ട് ഡയറക്ടർ, ഒപ്പം തന്നെ ഒന്നോ രണ്ടോ ഡിസൈനേഴ്സ്, ഒപ്പം തന്നെ ഒരു ഫൈനലൈസർ, ഒരു റീടച്ചർ തുടങ്ങിയ ടീമെല്ലാം ഉള്ള ഒരു ടീമായിരിക്കും. ഈ ടീമിനകത്ത് ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന വർക്കുകൾക്ക് ഒരു വ്യക്തമായ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും, ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ക്ലയന്റിനകത്ത് നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബഡ്ജറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ചില റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം ഒരു അബോവ് ലെവലിലുള്ള ഒരു ബ്രാൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗനൈസേഷനോ അതല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡുകളോ ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രൊഫൈല്, നമ്മുടെ വർക്ക്, നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഈ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്രിയേറ്റീവ് ഏജൻസിയിൽ നമുക്ക് കിട്ടുന്നത്. ഇത്തരം ഒരു ഏജൻസിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരു ഡി കാറ്റഗറിയിലുള്ള ഏജൻസിയിൽ നിന്നെങ്കിലും തുടങ്ങണം. അതല്ല നമ്മളൊരു ഇ എഫിലാണ് നമ്മൾ കരിയറിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബി കാറ്റഗറിയിലേക്ക് വരാൻ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡി കാറ്റഗറിയെ ഐഡന്റിഫൈ ചെയ്താൽ ആവറേജ് തിരക്കേടില്ലാത്ത ഒരു ഡിസൈൻ കമ്പനി ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ബി കാറ്റഗറിയിലേക്ക് ഒരുപക്ഷെ നമ്മുടെ അടുത്ത ജോബ് സെർച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ബി കാറ്റഗറിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 9 to 15K വരെയാണ് നിങ്ങളുടെ ഒരു സാലറി ലെവൽ എന്ന് പറയുന്നത്. ഈ 9 to 15K അതല്ലെങ്കിൽ 15 to 20K അത് നിങ്ങളൊരു ഡിസൈനർ എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, അവർക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപക്ഷെ സീനിയർ ഡിസൈനർ ആയിട്ടോ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ആയിട്ടോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ കരിയറിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ബി കാറ്റഗറി അല്ലെങ്കിൽ ഡി കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഫൈനൽ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് എ കാറ്റഗറിയിൽ വരുന്ന കമ്പനികൾ. ഈ എ കാറ്റഗറിയിൽ വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ന് വേൾഡിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന കമ്പനികളിലാണ് വരുന്നത്. മാത്രമല്ല വേൾഡ് വൈഡ് MNC കമ്പനികൾ എന്ന് അവരെ വിളിക്കും, അതല്ലെങ്കിൽ ടോപ്പ് ബ്രാൻഡിങ് ഓർ മാർക്കറ്റിംഗ് ക്രിയേറ്റീവ് ഏജൻസികൾ എന്ന് അവരെ വിളിക്കും. ഇവിടെ ഒന്നും നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും കാണാൻ കഴിയില്ല. ഇവിടെ ഇതിനകത്ത് തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ ഉണ്ടായിരിക്കും. കാരണം ഇവിടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. സ്റ്റുഡിയോ എന്ന് പറയുന്ന ടീം BTL ആയിട്ടുള്ള പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, കൊളാറ്ററൽസ് പോലുള്ള വീഡിയോ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ടീമാണ് ഈ പറയുന്ന സ്റ്റുഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ ഡിസൈനേഴ്സ് ഉണ്ടായിരിക്കും, റീടച്ചർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫൈനലൈസർ ഉണ്ടായിരിക്കും, ആനിമേഷൻ ഡിസൈനർ ഉണ്ടായിരിക്കും. അങ്ങനെ തുടങ്ങിയ ആളുകളെല്ലാം സ്റ്റുഡിയോയിലാണ് വരുന്നത്. അപ്പോൾ ഒരു ടോപ്പ് ലെവൽ ഏജൻസിയിൽ ചെല്ലുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലായിരിക്കണോ അതോ പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിലായിരിക്കണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ BTL സ്റ്റുഡിയോയിലായിരിക്കണം എന്നുള്ളതാണ്. അവിടെ ഒരു ട്രാഫിക് മാനേജർ ഉണ്ടായിരിക്കും. ഇതെല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. അവര് അത് ക്ലയന്റിന്റെ റിക്വയർമെന്റിനനുസരിച്ച് പുറത്തേക്ക് പോകുന്ന പ്രൊഡക്ഷന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് കാറ്റഗറിയും പ്ലസ് ക്രിയേറ്റീവ് ഹെഡ് ആയിട്ടുള്ള ഒരു ടീം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടീം എന്ന് പറയുന്നിടത്ത് ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ, അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ബ്രാൻഡ് മാനേജർ, അതുപോലെ തന്നെ ബ്രാൻഡ് ഡിസൈനർ, പിന്നെ ആ രീതിയിൽ വരുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആളുകൾ. അതിന്റെ ലിസ്റ്റ് വലുതാണ്, ഞാൻ പറയാം, ഓരോന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരു വൈഡ് ഗ്രൂപ്പിൽ നമുക്ക് പല സെഗ്മെന്റ് ആയിട്ട് പല കാര്യങ്ങളും അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള അവസരം മറ്റ്
രണ്ട് കാറ്റഗറിയിലും കിട്ടിയതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയാൻ അവർ അനുവദിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് സ്കില്ലുണ്ട്, നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ ആ ടീമിന്റെ ഭാഗമാകുന്നു എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷെ നമുക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് തരുന്നുണ്ടാവും. അങ്ങനെ ഒരു ടോപ്പ് ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ പറയുന്ന സ്റ്റുഡിയോയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 9 15 ഇടയ്ക്കുള്ള ഒരു സാലറിയിലായിരിക്കും നമ്മൾ നിൽക്കുക. അതല്ല നമ്മൾ ഒരു ക്രിയേറ്റീവിലേക്ക് നമ്മൾ പോയി നല്ലൊരു ഡിസൈനർ ആയിട്ടോ ഒരു സീനിയർ ഡിസൈനർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ ആയിട്ടോ അവിടെ പൊസിഷൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 to 25 വരെയുള്ള സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേൾഡിൽ തിരക്കിടില്ലാത്ത നല്ല ബ്രാൻഡുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല വർക്കുകൾ, അത് ബ്രാൻഡിങ് ആണെങ്കിലോ അതല്ല ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലാണെങ്കിലോ അതല്ലെങ്കിൽ ക്രിയേറ്റീവ് മേഖലയിലാണെങ്കിലോ ഇനിയിപ്പോ ഡിജിറ്റൽ മേഖലയിലാണെങ്കിലോ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ പറയുന്ന 5 കാറ്റഗറി ഓഫ് ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ്, അഡ്വർടൈസിങ് ഏജൻസീസിൽ വരുന്ന സെപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ പുതിയൊരു സാധനമുണ്ട് ഇപ്പോൾ, ഡിജിറ്റൽ ഏജൻസീസ്. ഡിജിറ്റൽ ഏജൻസീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ ഏജൻസികളാണ്. ഇവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാത്രമാണ്. ഈ ട്രെൻഡിന്റെ കൂടെ പോകുന്ന ഒരു സെറ്റപ്പാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഓൺലൈൻ മാർക്കറ്റിംഗിൽ മാത്രമാണ് ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന എല്ലാ മേഖലയും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ മാത്രമാണ് നിങ്ങളെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ ഏജൻസിയിലേക്ക് പോകണം. അവിടെയും ഈ പറയുന്ന കാറ്റഗറൈസേഷൻ ഉണ്ട്. ഏത് ലെവൽ ഓഫ് ക്ലയൻസിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് വർക്കുകളാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനകത്തുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ഫോക്കസ് എങ്ങോട്ടേക്കാണ്, ആ രീതിയിലുള്ള പ്രൈസിങ് അവർ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ഫൈനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടല്ല നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെയും ഈ പറയുന്ന സാലറി സ്കെയിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും എല്ലാം വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മളത് പഠിച്ചു വരുമ്പോഴത്തേക്ക് 3 to 6 months അല്ലെങ്കിൽ 1 year ഒക്കെ എടുത്താൽ മാത്രമാണ് നമുക്ക് ആ കമ്പനിയെ പറ്റി പഠിക്കാൻ പറ്റുന്നത്. അതിനുശേഷം മാത്രമേ നമുക്കത് പിന്നെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു പൊസിഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ ഈ കമ്പനി നമുക്കുള്ളതാണോ അല്ലെങ്കിൽ ആ ടൈപ്പ് കമ്പനിയാണോ, അതാണോ അവരുടെ പ്രൊഫൈല്, അവർ എത്ര കാലമായി ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഈ പറയുന്ന 5 or 6 കാറ്റഗറിയിൽ ഏതിലാണ് ഈ കമ്പനി വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പ്രോപ്പറായിട്ട് ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല ഇനി നിങ്ങൾ ഇതിനകത്ത് എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു കണ്ടന്റ് റൈറ്റർ ആണോ, നിങ്ങളൊരു ക്രിയേറ്റീവ് ആണോ, നിങ്ങളൊരു ആർട്ട് ഡയറക്ടർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുമോ? ഓക്കെ, ഇപ്പൊ AI വന്നു, AI ആണ് എല്ലാം മാനേജ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ AI കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരുപക്ഷെ ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഡിസൈനർ, ക്രിയേറ്റീവ് ഡയറക്ടർ, ആർട്ട് ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും AIയുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഇന്ന് AI ചെയ്തിട്ട് നാളെ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പ്രാക്ടിക്കലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ വീഡിയോ എഡിറ്റിംഗിലാണെങ്കിലും വീഡിയോ മേക്കിംഗ് ആണെങ്കിലും എല്ലാം AI ചെയ്യുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ AI ചെയ്യുന്നിടത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. AI ചെയ്തെടുത്ത പല സാധനങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമാണ് അതൊരു ബ്രാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ബിസിനസിന്റെയോ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് AI വന്നു എന്നുള്ളതോ അല്ലെങ്കിൽ AI ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ അത് മനസ്സിലാക്കി അതുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണോ അല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പ്രോപ്പറായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറിൽ ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുക. അതല്ലെങ്കിൽ കൂടുതൽ ഡിസ്കഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെ തുടങ്ങി
ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് ഇനിയും ഇതിന്റെ പല ഭാഗങ്ങളും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അവസരമാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you then and all the best. Thank you.